രഹസ്യ കൂടിക്കാഴ്ച. കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം കെ.സി. വേണുഗോപാലിന് നൽകാനാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് താൽപര്യമെന്ന് റിപ്പോർട്ടുകൾ. മുഖ്യമന്ത്രിയാകാൻ വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ എന്നിവരാണ് മത്സരിക്കുന്നത്. 3 പേരുമായി കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഹൈക്കമാൻഡ് 3 മണിക്കൂറെടുത്ത് ചർച്ച നടത്തിയിരുന്നു. പിന്നാലെയാണ് കോൺഗ്രസുമായി അടുത്തു നിൽക്കുന്നവർ കെ.സിയുടെ സാധ്യതകൾ വെളിപ്പെടുത്തിയത്. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയും കെ.സി. വേണുഗോപാലും സ്വകാര്യ ചർച്ച നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. കെ.സിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടതിന്റെ പ്രാധാന്യവും തന്റെ തീരുമാനം പിന്തുണയ്ക്കണമെന്നും ആവശ്യപ്പെട്ടു രാഹുൽ ഗാന്ധി വരും ദിവസങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ കാണുമെന്നും ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നും പാർട്ടിയോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. സേവ് കോൺഗ്രസിന്റെ പേരിൽ കെ.സിക്ക് ഫ്ലെക്സ് ബോർഡ് വെച്ച CPIM നേതാവ് ക്യാമറയിൽ കുടുങ്ങി. കഴിഞ്ഞ ദിവസം രാത്രി 11 മണി നേരത്താണ് AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന്റെ ഫോട്ടോ വെച്ച് കേസ് നയിക്കട്ടെ എന്നെഴുതിയ ഫ്ലെക്സ് ബോർഡ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ CPIM നേതാവ് സ്ഥാപിച്ചത്. രാവിലെ അത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു. എന്നാൽ CCTV ചലിച്ചതോടെ നാട്ടുകാരെല്ലാം വിവരമറിഞ്ഞു. CPIM നേതാവും വാടനാപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗവും പട്ടിലങ്ങാടി ബ്ലോക്ക് മെമ്പറുടെ ഭർത്താവുമായ അരവശ്ശേരി മുഹമ്മദാണ് പണിയൊപ്പിച്ച് കുടുങ്ങിയത്. എറണാകുളം കോതമംഗലത്ത് 3 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. തിരുവല്ല സ്വദേശി ബിയോൺ, തിരുവനന്തപുരം സ്വദേശി ഹരീഷ്, കോട്ടയം സ്വദേശി അതുൽ എന്നിവരാണ് മരിച്ചത്. മൂവരും കോതമംഗലം ബെസേലിയസ് ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികളാണ്. പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെത്തിച്ചു. ഇന്ന് ഉച്ചയോടെയാണ് 9 പേരടങ്ങുന്ന സംഘം പുഴയിലേക്ക് കുളിക്കാനെത്തിയത്. അതിൽ 3 പേർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഒറ്റപ്പെട്ട പ്രദേശമായതിനാലും മൊബൈൽ കവറേജ് ഇല്ലാത്തതിനാലും അപകട വിവരം പുറത്തറിയാൻ ഏറെ സമയമെടുത്തു. പോലീസും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. നിയമസഭയിൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിനായി CPI അവകാശവാദം ഉന്നയിച്ചു എന്ന വാർത്തകൾ തള്ളി CPM ജനറൽ സെക്രട്ടറി MA ബേബി. ഇത്തരമൊരു ആവശ്യം CPI മുന്നോട്ട് വെച്ചതായി തനിക്കറിവില്ലെന്നും മാധ്യമങ്ങളിലൂടെയാണ് ഈ വിവരം ആദ്യമായി കേൾക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബിനോയ് വിശ്വം പറഞ്ഞത് അറിയില്ലെന്നും ഇക്കാര്യം സംബന്ധിച്ച് ചർച്ച ഉണ്ടായിട്ടില്ല എന്നുമാണ് MA ബേബി പറഞ്ഞത്. കേരളത്തിലെ ഫലം വിലയിരുത്തൽ അവസാനിച്ചിട്ടില്ല. നാളെയും യോഗം തുടരും. പ്രതിപക്ഷ നേതാവിന്റെ കാര്യവും PBയിൽ ചർച്ചയായിട്ടില്ലെന്നും MA ബേബി പറഞ്ഞു. നാഗ്പൂരിലെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയെ പരിഹസിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടിയുമായി രമേശ് ചെന്നിത്തല. ഡൽഹിയിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ 50 ദിവസം എടുത്തെന്നും പഴയ കാര്യങ്ങളൊന്നും മോദി മറന്നുപോകരുതെന്നും ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ 5 വർഷത്തേക്ക് 5 മുഖ്യമന്ത്രിമാർ വരട്ടെ എന്നായിരുന്നു മോദിയുടെ പരിഹാസം. എന്നാൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് 5 ദിവസമേ ആയിട്ടുള്ളൂ. ഫലം വന്നു കഴിഞ്ഞ് 50 ദിവസത്തോളം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാതെ ഡൽഹിയിൽ അനിശ്ചിതത്വം ഉണ്ടാക്കിയ പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ കോൺഗ്രസിനെ വിമർശിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.